എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ആ 50 സെന്റ് എനിക്ക് തരിക്കാൻ വേണ്ടി അമ്മ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടാവും ആലോചിക്കായിരുന്നു. ഇത്രയെങ്കിലും കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ആർക്കും വേണ്ടാത്ത ഭൂമി ആയതുകൊണ്ടാ. അല്ലെങ്കിൽ അങ്ങനെ വിട്ടുതരാൻ സമ്മതിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല സുധാരേട്ടൻ. ആർക്കും വേണ്ടാത്തെന്ന് ആരാ പറഞ്ഞേ? സെന്റിന് ഒരു 800 രൂപ കൂടുതൽ കിട്ടില്ല. അത് മൊത്തം വിറ്റാലും ഈ സിറ്റിയിലെ ഒരു 5 സെന്റ് ഭൂമി പോലും വാങ്ങിക്കാൻ പറ്റില്ല. എന്തിനാ വിൽക്കാൻ പോണേ? അതവിടെ കിടന്നോളൂല്ലേ? വെറുതെ അങ്ങനെ ഇട്ടിട്ട് എന്തിനാ? ഒരു 19 തെങ്ങും തൈ വെച്ചാ 5 കൊല്ലം കഴിയുമ്പോഴേക്കും ആവശ്യം കഴിഞ്ഞ് വിൽക്കാനുള്ള തേങ്ങ കിട്ടും. തേങ്ങക്കൊക്കെ ഇപ്പൊ എന്താ വിലയെന്നറിയാലോ. പിന്നെ വല്ല പച്ചക്കറിയോ വാഴയോ ഒക്കെ വെച്ചൂടെ? ഒരു ചെറിയ കുടുംബം കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിമിതമായ മോഹങ്ങൾ മാത്രമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിലും ആ സ്ഥലം എനിക്ക് പ്രിയപ്പെട്ടതാ. ആ മൂവണ്ടമാവ് വെട്ടിയിട്ടൊന്നുമില്ലല്ലോ. പഴയ ഓർമ്മകൾ. ആ മാവിന്റെ ചോട്ടിലിരുന്ന കല്യാണം കഴിക്കുന്ന കാര്യവും വീട് വയ്ക്കുന്ന കാര്യവും തന്നോട് ഞാൻ ആദ്യമായി പറയുന്നു. അപ്പൊ ഒന്നും മറന്നിട്ടില്ലല്ലേ? സത്യം പറഞ്ഞ ആ പറമ്പിൽ തന്നെ ഒരു വീട് വെക്കണമെന്നാ ഇപ്പൊ എന്റെ മോഹം. ആ നാട്ടിലെ മുനിസിപ്പൽ ഓഫീസിലേക്ക് ജോലി മാറ്റം കിട്ടില്ലേ? അവിടെ ആവുമ്പോ പോയി വരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. വണ്ടിക്കൂലി ലാഭിക്കാം. സിറ്റിയിൽ നിന്ന് പോയാ മോളുടെ പഠിപ്പ് ശരിയാവില്ല. ഞാനൊരു കാര്യം പറഞ്ഞ താൻ എന്നെ കളിയാക്കോ? എന്താ? മോളെ ഒരു കളക്ടർ ആക്കണമെന്ന് തമാശക്കാണ് പറയാറുള്ളതെങ്കിലും സത്യത്തിൽ അതൊരു തമാശയല്ല. എന്റെ മനസ്സിലെ വലിയൊരു മോഹം. അയ്യോ പിന്നെയും ഗ്യാസ് ഇളകിയെന്നാ തോന്നണേ. ഒന്ന് വേഗം വായോ. ഓ അമ്മ ഈ മഴയത്ത് എങ്ങോട്ടാ? എങ്ങോട്ടാണെന്നാ? കണ്ണിലെന്താ വല്ല കഞ്ഞിപ്പശി വീണിട്ടുണ്ടാ? മഴവെള്ളം ഒലിച്ചിറങ്ങണ കണ്ടില്ലേ? അയ്യോ ഓട് പൊട്ടിട്ടുണ്ടെന്നാ തോന്നണേ. തോന്നണ്ടല്ല, പൊട്ടിച്ചിട്ടുണ്ട്. ഇച്ചിരി നേരോണം കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മുറിക്കകത്ത് മുഴുവൻ മഴവെള്ളം പൊങ്ങി ഞാൻ അതിൽ മുങ്ങി ചത്തിരുന്നേനെ. അല്ലേടി മോളെ? മാസാമാസം വാടക എണ്ണി കൊടുക്കണതല്ലേ? അയാളോട് ഓട് മാറിയിട്ട് തരാൻ പറ. ഒന്നാമത് താഴ്ത്തി കിടന്നാ എനിക്ക് വാദത്തിന്റെ ശല്യം കൂടും. മോളെ, അമ്മയ്ക്ക് ഒരു കട്ടില് മേടിച്ചതാ. ഇപ്പോഴോ? നാളെ മതി. അല്ലെങ്കിലേ കാല് മരവിച്ച് അമ്മ കിടപ്പിലാവും. തൽക്കാലം അമ്മ നമ്മുടെ മുറി കിടക്കട്ടെ, നമുക്ക് ഡ്രോയിങ് റൂമിൽ കിടക്കാം. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. അല്ലെങ്കിലും പൊന്നാരതോട്ടത്തെ മാധവമ്മേന്റെ മോനല്ലേ, ആ ഗുണമില്ലാണ്ടിരിക്കുക. നാളെ തന്നെ അയാളെ കണ്ട് ഓട് മാറ്റിയിട്ട് തരാൻ പറയാം. പാട കൊടുക്കുന്നത് വെറുതെ ആണോ? അതാ ഞാൻ പറഞ്ഞത്. അപ്പോ കട്ടില് നാളെ തന്നെ വാങ്ങൂലോ അല്ല മോനെ? അല്ല, ഇതാരും മേനോ സാറോ? ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്താ? എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത്. അടുത്ത മാസം മുതൽ ഞാൻ വാടക കൂട്ടിന്നിരിക്കും. അയ്യോ, ഇനിയും കൂട്ടിയാൽ? അല്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കെന്നല്ലേ പറഞ്ഞോളൂ. പിന്നെ മേനോ സാർ എന്താ ഇങ്ങോട്ട് ഇറങ്ങിയത്? അത് പിന്നെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് മറ്റു വാടകക്കാരെ പോലെ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല മേനോൻ സാറെന്ന് എനിക്കറിയാം. ഞാൻ വെറുതെ ഇറങ്ങിയതാ. അല്ല, അങ്ങനെയാവാനേ വഴിയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ആ നികുതിയുടെ കാര്യവും എഞ്ചിനീയറുടെ ഒബ്ജക്ഷന്റെ കാര്യവും സമയം കിട്ടുമ്പോ ഓഫീസിൽ ഒന്ന് അന്വേഷിച്ചോണേ. ശരി. എന്താ? വീടിന്റെ ഓട് പൊട്ടി. എന്താ? അല്ല, അത് ഞാൻ തന്നെ മാറ്റിയിടാന്ന് വിചാരിക്കുക. അതാ നല്ലത്. കണ്ടു കണ്ടു. പോയിട്ടെന്തായി? ഞാനങ്ങോട്ട് പോയില്ല. ഒരു ഓട് മാറ്റിയിടാൻ ഇപ്പൊ അയാളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? നമുക്ക് തന്നെ ചെയ്താ പോരെ? ഇവിടെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നമുക്ക് തന്നെ മാറ്റിയിടാന്ന്. അല്ലേ? അല്ല, അയാളോടൊന്നും പറയാതെ തിരിച്ചിങ്ങ് പോരുമെന്ന്. അയാളുമായിട്ട് വെറുതെ അനാവശ്യമായിട്ട് ഒരു കശപശ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ അയാളെ കൊണ്ടല്ല, അയാളുടെ അപ്പൂപ്പനെ കൊണ്ട് ഓട് ഞാൻ മാറ്റിയിടിക്കും. അയ്യോ വേണ്ട. എന്തിനാ വെറുതെ വയസ്സ് കാലത്ത് അയാളുടെ അപ്പൂപ്പനെ ബുദ്ധിമുട്ടിക്കുന്നേ? താൻ ചെന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ ഏണിങ്ങി വാങ്ങിച്ചോണ്ടാ. കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം. താനല്ലേ എന്റെ മന്ത്രി? രൂപേഷു ലക്ഷ്മി കാര്യേഷു മന്ത്രി. വേണ്ട വേണ്ട, ഒരുപാട് മണി അടിക്കണ്ട. ഇതൊക്കെ ഒന്ന് അരിഞ്ഞേ. അമ്മ എന്തി? മുറിക്കകത്തുണ്ട്, കുഴമ്പ് തേച്ചോണ്ടിരിക്കുക. അതെ, 3 ഔൺസിന് 12 രൂപയാ കുഴമ്പിന്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ തേച്ച് തീർത്താ. നേരിട്ടങ്ങ് പറഞ്ഞൂടെ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറയാനെന്തിരിക്കുന്നു? കുഴമ്പിന് വില കൂടുതലാണെന്ന് വെച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ?
താൻ ഈ കോണിലോട്ടൊന്ന് പിടിച്ചോണം. ആ. ദേ നന്നായി പിടിച്ചോണേ. പിടിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. പേടിയോ? പേടിക്കണമെങ്കിൽ എന്റെ അച്ഛൻ പൊന്നാരൻ തൊട്ടത് മാധവമേനോൻ അല്ലായിരിക്കണം. ഹ. ആ നോക്കിയോ മോളെ, പിടിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന്. നന്നായി പിടിച്ചോണം. പിടിച്ചിരിക്കുക. ശരിക്കും പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടെന്ന്. ദാ, സൂക്ഷിച്ച്. അങ്ങോട്ട് കേറിയാട്ടെ. കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടോ? ചേട്ടാ പിടിച്ചിട്ടുണ്ടെന്ന്. പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കോണിക്ക് ഒരു കുലുക്കം? ആ അത് സ്വന്തമായിട്ട് വിറയ്ക്കുന്നതാ. അച്ഛാ ധൈര്യമായിട്ട് കേറിക്കോ, പ്രീതി മോളെ പിടിച്ചിട്ടുണ്ട്. ആ ഒരു സമാധാനേ ഉള്ളു മോളെ. അയ്യോ, അവിടെ ചവിട്ടിന്റെ ആണി ഇളയിരിക്ക. ആക്സിഡന്റ്. ആ എഴുതിയോ? അടുത്തത്. അലിയാ അലിയാ ഒന്ന് കൈ ഒടിഞ്ഞു. ഇല്ല, ചെറുതായിട്ടൊന്ന് ഉളുക്കി. വേറെ ഏതാണ്ട് വരാനിരുന്നതാ, ഇതുകൊണ്ട് അവസാനിച്ചു. എല്ലാം അവസാനിച്ചു എന്ന് തന്നെയാ ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ വീണ്ടും ഒരു ചെറിയ സംശയം. അതെന്താ? ഒന്നുമില്ല, ഏതായാലും അളിയെത്തിയല്ലോ. അത് പിന്നെ എത്താതിരിക്കോ? ഓട് മാറ്റാൻ കയറിയപ്പോ താഴത്ത് വേണം ഉണ്ണികൃഷ്ണമേനോ കിടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് കയറി ഇറങ്ങാൻ ഇനി ഈ സിറ്റിയിലെ ആശുപത്രി ഒന്നും ബാക്കിയില്ല. ഒടുവിൽ സിറ്റി ആശുപത്രി ചെന്നപ്പോ അവര് പറഞ്ഞു ഡിസ്മിസ് ആയി പോയി. എന്നാ കുറച്ച് ഓറഞ്ച് മുന്തിരി. ഇതെന്തിനാ? എനിക്ക് പനിയൊന്നുമില്ലല്ലോ. കയ്യും കാലും ഒടിഞ്ഞ് കിടപ്പായിരിക്കും എന്ന് കരുതി മേടിച്ചതാണ്. ഇനിയിപ്പോ മോക്ക് തിന്നാം. ഇന്നാ മോളെ. മോള് പഠിച്ചോണ്ടിരിക്കുക, വില അതിനകത്തോട്ട് ചെല്ലേ. എന്നാ പഠിച്ചു കഴിഞ്ഞിട്ട് തിന്നാം. ആക്സിഡന്റ് എന്ന് എഴുതിയോ? എന്നാ അതിന് താഴെ എഴുത് ന്യൂ ഇസെൻസ്. എന്താച്ചാ? ന്യൂ ഇസെൻസ്. ഇപ്പൊ അകത്തോട്ട് അയ്യോ, സോപ്പിടാതെ കാര്യം പറ. അതെ, ചേതമില്ലാത്തൊരു ഉപകാരമാണ്. നീ വിചാരിച്ചാ നടക്കും. നീ വിചാരിച്ചാലേ ഈ വളച്ചിട്ടൊന്നും വേണ്ട, കാര്യം പറ. ഞാനും സിറ്റിയിലോട്ട് വന്നാലോ എന്ന് വിചാരിക്കുക. അയ്യോ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? നാട്ടിലിട്ട് ആ വട്ടത്തിൽ കിടന്ന് വണ്ടി ഓടിച്ചിട്ട് ഒരു മെച്ചമില്ല. ഇവിടൊക്കെ ജോലി കിട്ടാൻ വലിയ പാടാ. അളിയൻ വിചാരിച്ചാ എനിക്കൊരു ഓട്ടോറിക്ഷ വാങ്ങാൻ പറ്റും. ഉണ്ണിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം കാശ് എവിടുന്ന? കാശൊന്നും വേണ്ട. അളിയൻ ജാമ്യം നിന്നാ കോർപ്പറേഷൻ ഓട്ടോ ലോൺ എടുക്കാനുള്ള വകുപ്പുണ്ട്. ഇപ്പൊ തന്നെ ജാമ്യം നിന്നൊരു പരിവായിരിക്കുക. ലോൺ എടുത്തിട്ട് അടച്ചു തീർത്തില്ലെങ്കിലേ ഉണ്ണിയേട്ടന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. പറയ്. വണ്ടി ഓടി ലോൺ അടച്ചു തീർക്കണ കാര്യം ഞാൻ ഏറ്റു. പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ രാവിലെ സുഖമായിട്ട് വിടുന്ന എല്ലാവർക്കും ഇറങ്ങാമല്ലോ. നിന്നെ സൂപ്പർ മാർക്കറ്റിലും മോളെ സ്കൂളിലും അളിയനെ ഓഫീസിലും ആക്കിയിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പോവാം. കാലത്തെ സമയം വൈകുന്നുള്ള ടെൻഷൻ വേണ്ട. ബസ്സിൽ ഇടിച്ചു കുത്തി കയറി തൂങ്ങി പിടിച്ച് കിടക്കണ്ട. അളിയൻ വന്നു. ചെല്ല്, ചെല്ല്, ചെല്ല്. എന്താ തന്റെ ചേട്ടന് പോകാൻ പരിപാടിയൊന്നും ഇല്ലേ? നേരം വെളുത്താലോടൻ പോണമെന്ന് പറഞ്ഞ് ഇന്നലെ കിടന്ന് തിരക്കൂട്ടുന്നുണ്ടല്ലോ. ചേട്ടൻ ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്കുക. അയ്യോ, കോർപ്പറേഷനിൽ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് ലോൺ കിട്ടുമോ? ഓ അത് ശരി. അപ്പൊ പ്ലാനുകൾ പലതും ഇട്ടോണ്ടാ വന്നിരിക്കുന്നല്ലേ? ചേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. രാവിലെ ഇവിടുന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാലോ. ബസ് കൂലി ലാഭം, യാത്ര സുഖകരം, പിന്നെ വണ്ടി ഓടി കിട്ടുന്ന കാശ് കൊണ്ട് ലോൺ എടുത്ത് തീർക്കുകയും ചെയ്യാം. കക്ഷി ഓട്ടോറിക്ഷയും കൊണ്ട് മുങ്ങിയാ ഞാൻ ഇവിടെ പോയി തപ്പും. അയ്യേ, അങ്ങനൊന്നും ചെയ്യില്ല. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. എന്റെ അമ്മേ, എന്താ ഇത്? സോറി. താന് സർക്കാർ ഉദ്യോഗസ്ഥനാണോ? എന്തേ? അല്ല, വല്ല പകൽക്കിനാവും കണ്ട് നിൽക്കായിരുന്നോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, എനിക്ക് ബിസിനസ്സാ. അപ്പൊ പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്നൂടെ? മനുഷ്യന്റെ പകുതി ജീവൻ പോയല്ലോ. ഇതേ പ്രൈവറ്റ് ബസ്സാ. ചിലപ്പോ ഒന്ന് തട്ടിന്ന് മുട്ടിന്നൊക്കെ വരും. അതിന് പറ്റാത്ത വല്ല ടാക്സിയും പിടിച്ച് പോണോ? താനെന്താ നോക്കണേ? വല്ല പരിചയം തോന്നണ്ടാ? ഓ, അപ്പൊ താനെന്നെ ഓർക്കണുണ്ടല്ലേ? ഈ തട്ടിലും മുട്ടിലും ഒക്കെ ബസ് യാത്രയുടെ കൂടെ ഉള്ളതല്ലേ. ഗുഡ് മോർണിംഗ് സാർ. ആഹാ, താനെങ്കിൽ പോന്നാ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട്? ഇപ്പോ വലിയ വേദനയില്ല. സാറിനോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് പറയാം, വാ. ആഹാ, സാർ എന്ത് പണിയായി കാണിച്ചത്? എന്താ?
ഓടിന്റെ പുറത്തുനിന്ന് വീണാണെന്ന് കണ്ടവരോട് മുഴുവൻ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പിന്നെ എവിടുന്ന് വേണമെന്ന് പറയണം? ഏതൊരു യൂണിയനിൽപ്പെട്ട ചില കാപാലികരുടെ മൃഗീയ ക്രൂരതയ്ക്ക് ബലിയാടായി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ യൂണിയൻ അത് വെച്ചൊരു പൊളിറ്റിക്കൽ കളി കളിച്ചേനെ. ആ കളി അങ്ങ് യൂണിയൻ ഓഫീസിൽ കളിച്ചാൽ മതി. താമാ രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാത്തവരോട് സംസാരിച്ചിട്ട് എന്ത് കാര്യം അല്ലേ? എനിക്കറിയില്ല. അറിയില്ലേ? അല്ല, ഈ ഓട്ടോറിക്ഷ പരിപാടി ആരുടെ ഐഡിയ? ഐഡിയ അളിയന്റെ തന്നെയാ. സാറിന്റെ അഭിപ്രായം എന്താ? ഐഡിയ കൊള്ളാം. ലോൺ അനുവദിപ്പിച്ചു തരുന്ന കാര്യവും ഞാൻ ഏറ്റു. തന്റെ അളിയനായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. സംവരണം ഉണ്ടല്ലോ. ഏതായാലും അളിയനെ കൊണ്ടൊരു ആപ്ലിക്കേഷൻ എഴുതിത്താ. ചിലപ്പോ ഇത് തന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ആരറിഞ്ഞു? താങ്ക് യു സാർ.